നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ദിവാലി സ്പെഷ്യൽ ഒരു സ്വീറ്റാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. മിൽക്ക് പേട. കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് കൂടിയാണിത്. ഇതിനു മുന്നേ ഗുലാബ് ജാമുൻ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കിയോളൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം എങ്ങനെയാണ് മിൽക്ക് പേട തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കാൻ. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അടുത്തത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതേപോലെ പൊടിച്ചതാണെങ്കിൽ വേഗം അങ്ങ് അലിഞ്ഞോളൂ. ഇനി ഇതെല്ലാം കൂടി ഇളക്കി കൊടുക്കാം. പാല് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചൂടായാൽ മതി. പിന്നെ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആവുകയും വേണം. ഇപ്പം പഞ്ചസാര മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മിൽക്ക് പൗഡറാണ്, അതായത് പാൽപ്പൊടി. 1/2 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇത് ഒരുമിച്ച് ഇട്ട് കൊടുക്കേണ്ട, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. കട്ട വരാത്ത രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇതേപോലെ കുറച്ച് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്താൽ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ കിട്ടും. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ചെയ്യാൻ, അത് ശ്രദ്ധിച്ചോണം. വേണമെങ്കിൽ ഇതിലോട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനിയും ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. കുറച്ച് കഴിയുമ്പോൾ ഈ മിക്സ് കുറച്ച് തിക്കാകാൻ തുടങ്ങും. പിന്നെ പാനിൽ നിന്നും സെപ്പറേറ്റ് ആകുന്ന ഒരു സ്റ്റേജ് എത്തും. അപ്പോൾ അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പം ദേ മിക്സ് കുറച്ച് തിക്കായിട്ടുണ്ട്. അതേപോലെ പാനിൽ നിന്നും വിട്ട് വരുന്നുണ്ട്. ഇതിപ്പം ഒരു ഡോ ടൈപ്പ് കൺസിസ്റ്റൻസി ആയി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിനെയും ഒന്ന് ചൂടാറട്ടെ. അതിനുശേഷം പേട തയ്യാറാക്കാൻ തുടങ്ങാം. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഞാൻ കുറച്ച് പിസ്ത കൂടി എടുത്തിട്ടുണ്ട്, ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. പിസ്തയ്ക്ക് പകരം കാഷ്യൂനട്ട് അല്ലെങ്കിൽ ബദാം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനിയും ഇതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇതേപോലെ ചെറിയ ബോൾസ് ആക്കാം. കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് വേണം ഇത് ചെയ്യാൻ തുടങ്ങാൻ, അല്ലെങ്കിൽ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കും. വേണമെങ്കിൽ ഇതേപോലെ റോള് ചെയ്യാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ മിഡിലായിട്ടൊരു പിസ്ത കൂടി വെച്ച് കൊടുക്കാം. പിസ്ത ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിലും ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി ഇരിക്കുന്നതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ദിവാലി സ്പെഷ്യൽ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ദിവാലിക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. വളരെ എളുപ്പമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക്